നിങ്ങൾ പഠിപ്പിക്കുന്ന ഏത് കുട്ടിയാണെങ്കിലും മദ്രസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ദാഴിയാണെങ്കിലും നമ്മൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകേണ്ട മിനിമം കാര്യം എന്താണ് അറിയുന്നത്? ഈ ആൾക്ക് എന്നോട് ഗുണകാംക്ഷയുണ്ട്, എൻ്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ എന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം നിങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഗുണവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഏറ്റവും പ്രധാനമായി ആ ഗുണകാംക്ഷ. എനിക്കൊരു ഗുണമാണ് ഈ അധ്യാപകൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. അത് എങ്ങനെ മനസ്സിലാവും നോക്ക് നിങ്ങൾ. നമ്മൾ ഒരാളോട് ഒരല്പം സ്നേഹത്തോടു കൂടെയും തന്മയത്വത്തോടെ സംസാരിക്കുന്നില്ലെങ്കിൽ അയാൾ എന്തിപ്പോൾ ഇയാൾക്ക് എന്നോടൊരു ദേഷ്യം എന്നേ ചിന്തിക്കുള്ളൂ. നമ്മുടെ സംസാരം ഏറ്റവും നല്ല ഒരു മയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ക്ലാസ് എടുക്കണില്ലെങ്കിലോ നമുക്കൊരു വിഷയം തീരാണ്ട് അത് നമ്മൾ തീർത്തിട്ടില്ല എന്ന് വിചാരിച്ചു. എന്തൊരു വിഷയം, തെജീവിതം എന്താവട്ടെ, ആ കുട്ടികൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കുട്ടിക്ക് ഈ അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കാൻ നമ്മളോട് ഗുണകാംക്ഷയുള്ളൊരു അധ്യാപകനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ കൃത്യമായി ക്ലാസ് എടുക്കണില്ല. ആ അരമണിക്കൂർ 20 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഉള്ള പീരീഡുകളിൽ ചെന്നിട്ട് നമ്മൾ വെറുതെ അശ്രദ്ധമായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിക്ക് അതാണ് ഇഷ്ടമെങ്കിലും പിന്നീട് അവൻ ചിന്തിക്കും ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത നമ്മുടെ ഗുണകാംക്ഷയില്ലാത്ത നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കും. സ്വാഭാവികമായും ആ ഗുണകാംക്ഷ എന്ത് പ്രശ്നം ഒരു കുട്ടിക്കുണ്ടെങ്കിലും, ഒരു കുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും മദ്രസിൻ്റെ ടൈം വേണമെന്നില്ല പറഞ്ഞു, ആ കുട്ടിൻ്റെ സങ്കടം എന്തെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടിയിൽ നമ്മൾ സ്വാധീനിക്കപ്പെടും. ഗുണകാംക്ഷയുള്ളൊരു അധ്യാപകനാണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി മനസ്സിൽ മാത്രമേ നിങ്ങൾ അധ്യാപകനായിട്ടുണ്ടാവുകയുള്ളൂ.